ഹായ്, വെൽക്കം ടു നമ്മുടെ ചാനൽ. അപ്പോൾ നമ്മുടെ അടുത്തൊരു വീഡിയോയ്ക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ കുറേ ദിവസങ്ങൾക്ക് ശേഷം ഇപ്പോഴാണ് കേട്ടോ നമുക്കൊരു വീഡിയോ ഇടാനും പിടിക്കാനൊക്കെ പറ്റിയത്. പെരുന്നാളും കാര്യങ്ങളൊക്കെ ആയി. അവിടെ നിന്ന് നേരെ ഹോസ്പിറ്റലിലേക്കാണ് കേട്ടോ നമ്മൾ പോയത്. നമ്മൾ ചിങ്ങ മാസം ഇത്രയും ഗുണം ചെയ്ത് വിചാരിച്ചില്ല കേട്ടോ. നമ്മൾ ഇങ്ങനത്തെ അന്ധമായിട്ട് വിശ്വാസങ്ങളൊക്കെ കാരണമായിട്ട് കൊണ്ടു നടക്കുന്ന ആൾക്കാരല്ലെങ്കിൽ പോലും ചില കാര്യങ്ങൾ നമ്മൾ വിശ്വസിച്ച് പോകട്ടോ. ചിങ്ങമാസം അത് പണ്ട് എൻ്റെ അമ്മ പറയട്ടോ, ചിങ്ങമാസം എന്നാൽ ഹോസ്പിറ്റലിൽ പോകണ്ട കേട്ടോ, വയ്യെങ്കിൽ പോലും അങ്ങനത്തെ ദിവസം മലയാള മാസം ഒന്നാം തീയതി പരമാവധി പോകാണ്ടിരിക്കും. കോട്ടയിലിടണമെന്നെങ്കിൽ അലർജി രാവിലെ തന്നെ വീട് വൃത്തിയാക്കുന്ന കാര്യങ്ങളായപ്പോഴേ നേരത്തെ പൊടിയായില്ലേ, ബാറകളൊക്കെ തട്ടപ്പോൾ അലർജിയുടെ ഗുളിക കഴിച്ചു. അതിൻ്റെ ഒരു ഉറക്കം ബന്ധവും ക്ഷീണവും ഉണ്ട്. കുണക്കിയിട്ട് ഒരു സ്കൂൾ വിട്ടു, ട്യൂഷനിലേക്ക്. ആ ട്യൂഷൻ കഴിഞ്ഞ് അടുത്ത ട്യൂഷനിലേക്ക് ഇവിടെ റോട്ടിൽ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കട്ടാ. ഈ ചെറിയ കുട്ടികളെ ഇത്ര രണ്ടോടത്ത് ട്യൂഷൻ ആക്കണമെന്ന് വെച്ചാൽ എന്താ വെച്ചാൽ വീട്ടിലിരുന്ന് എന്തെങ്കിലും പറഞ്ഞു കൊടുക്കാൻ അറിയണത് പറഞ്ഞു കൊടുക്കാൻ നിന്നിട്ടുണ്ടെങ്കിൽ അവർ കരച്ചിലും പിഴിച്ചിലാണ്. അതുകൊണ്ടാണ് നമ്മൾ ആ ഒരു ഇത് വിഷമം കാണാൻ കഴിയില്ല വെച്ചിട്ടാണ്. അല്ല, പഠിപ്പിക്കാൻ അറിയണവരുണ്ടെങ്കിൽ പഠിപ്പിച്ചു കൊടുക്കാൻ അതല്ല. നമുക്കിപ്പോൾ നമ്മൾ സാധാ കേരള സിലബസ് മലയാളം മീഡിയം പഠിച്ചെന്നാൽ നമുക്കൊന്നും അത് നോക്കിയാൽ ഒന്നും അറിയണില്ല. എന്തെങ്കിലും അറിയേണ്ടത് പഠിപ്പിക്കാതിരുന്ന ഒരു കരച്ചിലുമാണ്. അതാണ്. നമുക്ക് ബുക്കൊന്നും തുറന്നു കഴിഞ്ഞാൽ സാധാ കേരള സിലബസിൻ്റെ തന്നെ ബുക്ക് തുറന്നാൽ ഒന്നും മനസ്സിലാവില്ല. പിന്നെ തിരിച്ച് CBSE ആകുമ്പോൾ തീരെ ഇല്ല. പിന്നെ അവർക്കും ഒന്ന് സെറ്റായി വരെ കുറച്ച് നാൾ പിടിക്കും. അവരും പെട്ടെന്ന് CBSEക്ക് മാറേണ്ട ഒരു ബുദ്ധിമുട്ടും കാര്യങ്ങളൊക്കെ അവർക്കും ഉണ്ട്. അപ്പോൾ പതക്കം പോലെ. അപ്പോൾ അതുകൊണ്ടാണ് 2 സ്ഥലത്ത് ട്യൂഷനാക്കിയത്. എന്ന് വെച്ചാൽ അവരൊന്ന് പഠിച്ച് സെറ്റായി വരട്ടെ വെച്ചിട്ട് കേട്ടോ. അപ്പോൾ അങ്ങനെ ആരോ ഫോണിൽ വീഡിയോ എടുത്ത് പോയി. അപ്പോൾ അത് ഞാൻ നോക്കിയിട്ട് ആരാ എന്താണെന്നറിയില്ല. 2 കുട്ടികളാണ്. റോഡ് വീഡിയോ എടുത്താണോ ഇനിയിപ്പോൾ എന്താ നമ്മുടെ കാർ ഇവിടെ കിടക്കണായിട്ട് നമ്മുടേന്ന് വെച്ചിട്ടല്ല, എന്താണ് വീടുള്ള മുറ്റത്തിലെ കാർ കൊണ്ട് ഇട്ടിക്കണത്. അത് എന്തെങ്കിലും പക്ഷെ നമുക്കേ തൊട്ടതൊക്കെ പൊന്നാവെന്ന് പറയാനൊക്കെ ഇങ്ങോട്ട് ജീവിക്കുന്നത് കാണല്ലേ. ഒഴിഞ്ഞ സ്ഥലത്തല്ല വണ്ടി ഇട്ടിരിക്കാൻ പറ്റുള്ളൂ. ഒഴിഞ്ഞ സ്ഥലം വേണം, ഒരു തണൽ പോലത്തെ ഒരു ഏരിയയും വേണം, നമുക്ക് വീഡിയോ എടുക്കാൻ കുറച്ച് വെളിച്ചം വേണം, എല്ലാം കൂടി നോക്കണം. ഇപ്പം സമയത്തിനായി 5:40. അപ്പോൾ പെരുന്നാളൊക്കെ കഴിഞ്ഞിട്ട് പിറ്റേ ദിവസം ഒരാൾക്ക് ഷോൾഡർ അതിനക്കാൻ പറ്റുന്നില്ല. രാത്രി ഒന്നും ഉറങ്ങിയിട്ടില്ല കേട്ടോ. ഷോൾഡർ വെച്ചിട്ട് ഭയങ്കര എനിക്കാണെങ്കിൽ അലർജിയുടെ കൂടെ വെച്ചിട്ട് കണ്ണും വീണില്ല. അതിനായിട്ട് ഇങ്ങനെ ഷോൾഡർ വേനായിട്ട് അതിനാണ് ഉറങ്ങാൻ പറ്റാണ്ട് അതിനായിട്ടൊരു ഇതായിരുന്നു. രാവിലെ എനിക്ക് അത് നെഞ്ചത്തേക്ക് വേദന അറിയണം. പിന്നെ വെച്ചുകൊണ്ടിരുന്നില്ല കേട്ടോ. നമ്മൾ വേഗം മലങ്കരയിൽ പോയി. മലങ്കരയിൽ ഓർത്തോ ഡോക്ടറെ കാണിച്ചു. ഓർത്തോ ഡോക്ടർ പറഞ്ഞു ഒരു ഫിസിഷ്യനെ കാണിക്കാൻ പറഞ്ഞു. അതും കാണിച്ചു. ECG എടുത്തു, എക്സ്റേ എടുത്തു, ബ്ലഡ് ടെസ്റ്റ് ചെയ്തു. അപ്പം എല്ലാം കുറേശ്ശെ ഇങ്ങനെ ഉണ്ട്, എല്ലാം കുറച്ചായിട്ട്. അപ്പോൾ ഷോൾഡറിന് എല്ല് തേമാനം, പിന്നെ തലയിൽ നിന്ന് തന്നെ ഞരമ്പിന് ചെറിയൊരു വീക്കുണ്ട്. പിന്നെ എന്താ കൂടുതൽ യൂറിക് ആസിഡ് കൂടുതൽ. ആവശ്യമുള്ളതൊക്കെ സമ്പാദ്യം കുറവും അസുഖങ്ങൾ കൂടുതലും അല്ലേ. എന്താ ചെയ്യുക. പിന്നെ നമ്മൾ ആലോചിക്കുമ്പോൾ ഇന്നലെ 2-3 ദിവസമായിട്ട് നമ്മൾ ഓരോ സ്ഥലത്ത് ഹോസ്പിറ്റലിൽ കയറാറുമ്പോൾ നമുക്ക് കാണാൻ എത്രയോ ആൾക്കാർ ഈ ഹോസ്പിറ്റലിൽ ഓരോ പല അസുഖങ്ങളും, കൈ ഒടിഞ്ഞിട്ടും കാലൊടിഞ്ഞിട്ടും പല അസുഖങ്ങളും. അതൊക്കെ കാണുമ്പോൾ വിചാരിക്കും ദൈവം നമുക്ക് ഇത്രയല്ലേ തന്നുള്ളൂ, അത് വെച്ച് സമാധാനിക്കും. നമുക്ക് 100,000 ടെൻഷനും കാര്യങ്ങളും ഉള്ളതുകൊണ്ടാണ് കേട്ടോ നമുക്ക് എന്തെങ്കിലും ചെറുതേൽപ്പിക്കാൻ നമ്മൾ ആകെ തളർന്നു പോകുന്നത്. അതുകൊണ്ട് നമുക്ക് ഒരുപാട് ടെൻഷനുകളല്ലേ. അപ്പോൾ നമുക്ക് എന്തെങ്കിലും ചെറുതനുഭവമാകുമ്പോഴേക്കും നമ്മൾ പെട്ടെന്ന് ടെൻഷനാവും. അത് എന്താ പറയുക, നമുക്ക് എന്താ പറയാ നമുക്ക് എന്നും 8ന്റെ പണി കിട്ടണോണ്ടാണ്. അതാണ് നമുക്ക് ഞങ്ങളൊന്ന് ഹാപ്പി ആയിട്ടിരുന്നാൽ ഞാൻ അപ്പുറത്ത് എന്തെങ്കിലും ഒരു പണി ഞങ്ങൾക്കായിട്ട് ദൈവം തരും. ദൈവമാണ് തരുന്നത്, ഞാനും തരിക്കണം, ഒന്നും പറയാൻ പറ്റില്ല. അല്ലെങ്കിൽ ഇപ്പോൾ ഒരാൾക്ക് ഒരുപാട് കാരണം ഉണ്ടെങ്കിൽ പോലും നമ്മൾ നമ്മുടെ കാര്യം ചിന്തിക്കുമ്പോൾ ഒരു 10-42 വയസ്സാകുമ്പോഴേക്കും 10 ഓപ്പറേഷൻ ശരീരത്തിൽ കഴിഞ്ഞു എന്ന് പറയുമ്പോൾ തന്നെ ഡോക്ടർമാരെ എന്തിനാ 10 ഓപ്പറേഷൻ കഴിഞ്ഞ്, അത് ഓട്ടോമാറ്റിക്കലി എല്ലാവരും ചോദിച്ചു ഒരു നോർമൽ ഒരാളെ കണ്ട്. അപ്പോൾ എന്നും
എന്താ പറയാ, എൻ്റെ ദേഹത്ത് ആദ്യമായിട്ട് കത്തി വെച്ചത് മലങ്കര ഹോസ്പിറ്റലിൽ തന്നെയാണ്. ആ ഡോക്ടറെ ഒന്ന് കണ്ടെത്തും, എന്നാലും വർക്കത്തുള്ള ഡോക്ടർ കൈ വെച്ചിട്ട് ശരിക്കും ഓപ്പറേഷനുള്ള ഒരു ഇല്ല. അത് അന്നേ അമേരിക്കയിലേക്ക് അങ്ങോട്ട് പോയത്. ഇപ്പൊ ഉണ്ടാവും. എന്താ പേരെന്താ ഓർമ്മയുണ്ടോ? നല്ല ഭംഗിയുള്ളൊരു ഡോക്ടറായിരുന്നു. അതൊക്കെയല്ല ഓർമ്മയുണ്ട്. നല്ല ഭംഗിയാളെ കാണാൻ. ഡോക്ടറിന് ഭംഗി നോക്കാനാണ് പോണത്. അമേരിക്കക്ക് പോയത് നല്ല ഭംഗിയുള്ള ഡോക്ടറായിരുന്നു. നിങ്ങൾക്ക് നോർമലി എന്നിട്ട് അപ്പൻഡിക്സിന്റെ ഒരു 6 ദിവസം കഴിഞ്ഞിട്ട് സ്റ്റിച്ച് നോക്കുമ്പോ നിങ്ങൾ എത്തിച്ചു നോക്കിയത് ഡോക്ടർ ഓർമ്മയില്ല? അല്ല ഓർമ്മയുണ്ടോ? ഭംഗിയുള്ള ഡോക്ടറാണോ? ഡോക്ടറെ കയ്യും കാലൊക്കെ നല്ല ഭംഗിയുണ്ട് നോക്കിയത് ഞാൻ. ഡോക്ടർ നല്ല ഭംഗിയുണ്ട്. ഡോക്ടർ നല്ല ഭംഗിയുള്ള ഡോക്ടർ നോക്കാൻ പോയതാണ്. ഡോക്ടർ ഭംഗി എന്താ ഭംഗിയുള്ള സാധനങ്ങൾ ഇപ്പൊ കണ്ടാലും നോക്കില്ല. ഇപ്പൊ നല്ല ഭംഗിയുള്ള സാധനം പോകണ്ട നിങ്ങൾ നോക്കില്ലേ? ഞാൻ നോക്കണില്ലല്ലോ. ഞാൻ താറ് വരുമ്പോ നോക്കിയത് താറോടെ വരുന്നു. അത് നിങ്ങക്ക് ഇഷ്ടമുണ്ട്, നിങ്ങക്ക് ഭംഗിയുണ്ട് കാരണം കൊണ്ടല്ലേ നിങ്ങൾ നോക്കിയത്. അതേമാതിരിയാണോ? അതുപോലെ തന്നെയല്ലേ മനുഷ്യന്. ഇപ്പൊ നല്ല ഭംഗിയുള്ള ഒരാള് ഇപ്പൊ കാവ്യമാധം നോക്കില്ലേ? കാവ്യമാധം പോയി കാവ്യമാധം ദിലീപ് നോക്കിയോളൂ. ഞാൻ നോക്കിട്ട് നിങ്ങൾ നോക്കില്ലേ? ഞാൻ നോക്കില്ലാന്ന്. എന്തിനു ഞാൻ നോക്കണ്ട പറ. ഞാൻ നോക്കൂട്ടാ. അപ്പൊ ഞാനങ്ങനെ ചിന്തിക്കും, നമ്മുടെ ലാലേട്ടി വഴിയൊന്ന് പോയിരുന്നെങ്കിൽ. ഇപ്പൊ ഒരു വീഡിയോ കണ്ടിട്ടു ലാലേട്ടൻ ആരോഗ്യം ഉമ്മകളൊക്കെ. അപ്പൊ ഞാൻ ചോദിച്ചു, ഓ ഭാഗ്യവന്മാർ ഉമ്മ തെറ്റപ്പ ലാലേട്ട ജയിക്കും. വല്ലാത്തൊരു ഇതല്ലേ. ബിഗ് ബോസിൽ പോയ ഉമ്മ കൊടുക്കണ്ണിയെ. അയ്യോ വേണ്ട. അല്ല അമ്മ പറയാം, നമുക്ക് ലാലേട്ടനെ ലൈഫിൽ ഏറ്റവും ഒരു ആഗ്രഹമാണ്. അപ്പം അങ്ങനെ ഭംഗിയുള്ളത് എന്ത് കണ്ടാലും നമ്മൾ മലയാളികൾ എന്നല്ല ആരായാലും നോക്കി പോകും. ഭംഗിയുള്ള വസ്തുക്കളെ നോക്കാൻ വേണ്ടിയിട്ടാണ് നമുക്ക് കണ്ണ് വന്നിട്ടുള്ളത്. ദൈവം ഭംഗിയുള്ളതല്ല ഭംഗിയില്ലാത്തവർ എന്ത് സാധനം നമുക്ക് പറഞ്ഞില്ലല്ലോ. നല്ല ഭംഗിയുള്ള ഡോക്ടർ ഇപ്പായവർക്ക് ഞാൻ പറഞ്ഞപ്പോ ചോദിച്ചപ്പോഴും ഞാൻ നല്ല ഭംഗിയില്ലോ നീ ഡോക്ടർ ആരും പറഞ്ഞപ്പോഴല്ലോ ആലോചിച്ചേ. പേര് പറഞ്ഞപ്പോഴല്ല ആളാലോചിക്കുന്നത്. കുശുമ്പ് കുനിറ്റ് ആ കുളം കാണാൻ നല്ല ഭംഗിയുണ്ട്. നമ്മൾ നോക്കിയില്ല, നമ്മുടെ ഫ്രണ്ടില് കുളം കേട്ടോ. ഞാൻ നോക്കണമെന്നില്ല. എന്തിനാ ഈ അമീബുള്ള കുളത്തിൽ? ഇപ്പൊ എന്താ വെച്ചാൽ നാളെ തൊട്ട് ചേർന്ന് നോൻപ് തുടങ്ങി. നാളെ അല്ലെങ്കിൽ മറ്റന്ന് തൊട്ടിട്ട് നമ്മൾ ഏകദേശം ഒക്കെ സെറ്റ് ആയിട്ടുണ്ട്. നോൻപ് സ്റ്റാർട്ട് ചെയ്യാന്ന് വെച്ചിട്ട്. അപ്പൊ ഇനി കുളത്തിൽ കുളിക്കാൻ പോയി എന്താ ചെയ്യും സ്വാമിമാര്? അത് മാത്രം സ്വാമി കാക്കുന്നു പറഞ്ഞിട്ട് കാര്യമില്ല. അത് പേടിയുള്ള കാര്യം പേടിയുണ്ട് തന്നെ പറയല്ലോ. നമ്മള് കുഞ്ഞു മക്കളെ കൊണ്ടല്ലേ പോണത്. കാർത്തും കുണക്കലും കുണിക്ക് പോവാണെങ്കിൽ ഇവരെല്ലാരും കൂടിയിട്ടാണ് പോകാൻ ഉദ്ദേശിക്കുന്നത്. അപ്പൊ പിന്നെ കുളത്തിൽ പോയി കുളിക്കാതെ പേടി കയറി അമീബ. അതുകൊണ്ട് ഞങ്ങളുടെ കുന്നോളത്തിൽ ഒരു 3-4 കുളങ്ങളൊക്കെ സീൽ വെച്ചിട്ടുണ്ട്. അപ്പൊ അത് പേടി. അപ്പൊ പുറത്ത് ആ തിരുമലയുടെ വലിയ വട്ടളത്തിൽ വെച്ച് ചൂടുള്ള വെച്ചിട്ടേ പുറത്തുനിന്ന് കുളിച്ച് കയറണമെന്നല്ലോ. കേട്ടാ? പുറത്തുനിന്ന് കുളിച്ച് കയറണമെന്നല്ലോ. ഞാൻ മിണ്ടാത്തല്ല. ഞാൻ ഈ പറഞ്ഞ മാതിരി വെള്ളത്തിൽ ഇപ്പൊ ഇവിടുന്ന് പോയാലും പമ്പയിലൊക്കെ കുളിക്കണ്ടേ? പമ്പയില ഒഴുക്കല്ലേ വെള്ളം? കെട്ടിക്കളല്ലോ. അല്ല ഒഴുകിയാളല്ലേ? ഒഴുക്കിലുണ്ടാവില്ല എന്നാ പറയണത്. ആര് പറയണേ? അങ്ങനെ പറയണ്ട. കെട്ടിയെടുക്കുന്ന വെള്ളത്തിലാണ് ഈ അമീബ ഉണ്ടാവും, ഒഴുക്ക് വെള്ളത്തിലുണ്ടാവില്ലെന്ന്. പക്ഷെ എല്ലാരും പറഞ്ഞ ചാവക്കാട് കടലിൽ നിന്ന് ആർക്കും കിട്ടിയത്. ഇത് തിരമാല ഇങ്ങനെ അടിച്ചോണ്ടിരിക്കണേല് എന്താ പിന്നെ അത് അതിനൊന്നും അവരുടെ വേറെ വരുത്തുന്നാവും. അത് ആൾക്കാർ ചിലപ്പോ ഈ കടലിനോടെ വന്നവരുണ്ട്. ചെറിയ ചെറിയ കുളം പോലെ ഉണ്ട് അവിടെ. കണ്ട അയിലയല എന്തെന്നെ ആയാലും ഒക്കെ കഷ്ടകാലം തന്നെയാണ്. അപ്പൊ ഒന്നും പറയാൻ പറ്റില്ല. അങ്ങനെ പുറത്ത് അപ്പൊ ഒരു വട്ടളത്തിൽ ചൂടുവെള്ളം വെച്ചിട്ട് കുളിച്ച് കയറാന്നുള്ള നിലയ്ക്ക് അങ്ങനെയൊക്കെ നമ്മൾ വെള്ളത്തിൽ കുളിക്കാൻ പാടില്ല. ഇല്ലല്ലേ? പച്ചളത്തിൽ കുളിച്ചാൽ ചൂടുവെള്ളത്തിൽ കുളിക്കാൻ പാടില്ല. ഇല്ലില്ല. സ്വാമിയാരും അങ്ങനെ ചൂടുവെള്ളത്തിൽ കുളിക്കില്ല. കുളത്തിൽ പോയി കുളിക്കണവർക്ക് ചൂടുവെള്ളത്തിലാ. എന്റെ അച്ഛനൊക്കെ ചൂടുവെള്ളത്തിലാണ് കുളിച്ചിരുന്നത്. എന്റെ അച്ഛൻ പരമാവധി കുളത്തിലേക്ക് പോവാൻ പറ്റാത്ത സമയത്തല്ലേ. എന്റെ അച്ഛൻ പിന്നെ സ്വതവ ചൂടുവെള്ളത്തിൽ കുളിക്കുന്ന ആളാ. നിങ്ങളുടെ പച്ചവെള്ളത്തിൽ കുളിക്കുന്ന ആളാ? പറയണ പോയിട്ട് പച്ചവെള്ളത്തില് കുളിക്കും. ഞാൻ പിന്നെയും പച്ചവെള്ളത്തിൽ കുളിക്കും. ഇവരൊന്നും തീരെ പച്ചവെള്ളത്തിൽ കുളിക്കാത്തവരാട്ടോ. ഇവരൊക്കെ ഞാൻ കല്യാണം ചെയ്യുമ്പോൾ തന്നെ ഇവരുടെ ഫാമിലി മൊത്തം ചൂടുവെള്ളത്തിൽ കുളിക്കണവരാ. വലിയ വലിയ കലം വെള്ളം ചൂടാക്കി ഇങ്ങനെ എപ്പോഴും 24 hours ചൂടുവെള്ളം ഓരോരുത്തർക്കായിട്ട് ഇങ്ങനെ കുളിക്കാൻ വെള്ളം വെച്ചോണ്ടേയിരിക്കും. അങ്ങനെ കേട്ടോ ചൂടുവെള്ളത്തിൽ കുളിക്കണവരെ. പക്ഷെ എല്ലാം നമുക്ക് അമ്മോട് ചോദിച്ചോക്കല്ല, അറിയാത്ത കാരണമൊക്കെ അമ്മോടേക്ക്. ഇവര് ആദ്യം പൊന്നും അനിയേട്ടനും കുഞ്ഞിനും കൂടി ഒരു മലയ്ക്ക് പോയി. അന്ന് എൻ്റെ അമ്മ ഉണ്ടായത് പറഞ്ഞു തരാം കേട്ടോ.
അപ്പോൾ അന്ന് അമ്മയുള്ള കാര്യം നമുക്ക് കാര്യങ്ങളൊക്കെ പറഞ്ഞു തരാനും ചെയ്തു തരാനൊക്കെ അമ്മയുണ്ട്. പക്ഷെ ഇപ്പം എനിക്ക് അറിയില്ല, ഒറ്റയ്ക്കാണ്. അപ്പം പരമാവധി നമുക്ക് അറിയണം അതുപോലെ ചെയ്യാല്ലേ. എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഇപ്പം പൊറുക്കുന്ന വയ്ക്കുക. നമ്മൾ ചെയ്യാൻ പാടാത്ത കാര്യം ചെയ്യില്ല. പക്ഷേ അതിലെന്തെങ്കിലും ചെറുതായിട്ട് അറിയാത്തതുണ്ടോ ഇല്ലയെന്ന് അറിയില്ല. പിന്നെ നമ്മുടെ കുട്ടിക്കാലം തൊട്ട് തന്നെ നമ്മുടെ അപ്പുറത്ത് ബാലമാമൻ്റെ വീട്ടിൽ മലയ്ക്ക് പോയിട്ട് അതൊക്കെ ഭയങ്കര ഓർമ്മ. കുട്ടിക്കാലം തൊട്ട് എപ്പോഴും ആ അതിന് വേണ്ടിയിട്ട് ഗോപാലമാമൻ്റെ കൂടെ കുളിച്ച് കയറാനായിട്ട് എൻ്റെ വീട്ടിലിരിക്കില്ല. അങ്ങോട്ട് പോകുമ്പോഴേക്ക് പോയി കുളിക്കും. എന്നിട്ട് ഓൾറെഡി ചാണകം അറപ്പുള്ള ആൾക്കാർ, എന്നിട്ട് അവരുടെ വീണ്ടും മുറ്റത്ത് ഒരു കുഴിയിൽ ഒരു പാത്രം കുളിച്ചിട്ട് അതിൽ ചാണകവെള്ളം ഉണ്ടാവും. അത് തെളിച്ചിട്ട് വേണം കയറി. അന്നൊക്കെ ഭയങ്കര ചിട്ട. ഇപ്പൊ അങ്ങനെ ഒന്നുമില്ല. പക്ഷെ ഗോപനാമനോട് അന്നൊക്കെ ഒരു ചിട്ട ഒരു പ്രത്യേക. പിന്നെ ഒരു രാത്രി 7 മണിയൊക്കെ ശരണം വിളിച്ചിട്ട് ആൾക്കാർ പോണത് കേൾക്കാനും. ഇപ്പം അതൊന്നും ഇല്ല. ഒരു 7 മണിയാകുമ്പോൾ അമ്പലക്കുളത്ത് കുളിച്ച് അതിൻ്റെ ശരണം വിളിച്ചു വന്ന സമയത്തൊക്കെ നമുക്കത് കേൾക്കുമ്പോൾ ഭയങ്കര. പിന്നെ ഈ റൂട്ടിലുണ്ട്, ഇവിടെ ഉണ്ട് നമ്മുടെ വഴിക്കില്. ഇവിടെ അമ്പലത്തിൽ കുളിച്ചിരിക്കുന്ന ആൾക്കാർ ഇവിടെ നമ്മൾ 1-2 പ്രാവശ്യം 7 മണിയത്തെ കുറേ കുട്ടികളും ആൾക്കാരൊക്കെ ഇങ്ങനെ കുളിച്ച് പോകണത് കാണുന്നുണ്ട്. അവിടെ ഒന്നും അങ്ങനെ കാണാറില്ല, നമ്മുടെ അവിടെ ഒന്നും അങ്ങനെ കാണാറില്ല. അപ്പോൾ നമ്മളോട് പറ്റണ പോലെ നല്ല നിലയ്ക്ക് ഒരു നോൻപൊക്കെ എടുത്ത് ശബരിമലയ്ക്ക് പോകണമെന്ന് ഞാൻ കുറേ നാളത്തെ ഒരു ആഗ്രഹമായിട്ട്. അനിയേട്ടനും കുണുക്കനും കുണിക്ക് ശബരിമലയ്ക്ക് ഒരുമിച്ച് കെട്ടാർച്ച് പോകണമെന്ന് എൻ്റെ ഒരു ആഗ്രഹമായിരുന്നു. പിന്നെ അനിയേട്ടനും വഴിപാട് നേർന്നുണ്ട്. അപ്പോൾ അങ്ങനെ മലയ്ക്ക് പോകാനുള്ള കാര്യങ്ങളൊക്കെ നല്ല നിലയ്ക്കാവുമെന്ന് വിചാരിക്കണു. എല്ലാവരും പ്രാർത്ഥനയും അനുഗ്രഹമൊക്കെ വേണം. ഇപ്പം അതിൻ്റെ ഇടയിൽ എന്താ വെച്ചാൽ എന്നോട് റെസ്റ്റ് പറഞ്ഞിട്ടുണ്ട്. വണ്ടി ഓടിക്കരുത്, വെയിറ്റ് എടുക്കരുത്. പിന്നെ എന്നോടാണ് നമ്മുടെ വീട്ടിൽ തുണോട് തിരുമ്മി തോരണം. അത് നല്ലൊരു പണിയായി. ഇതിങ്ങനെ എടുത്തിരുന്നാൽ നമുക്കറിയില്ല. അധികം ഇളക്കരുന്ന് ഡോക്ടർ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ അങ്ങനെ കുറെ കാര്യങ്ങളുണ്ട്. കുറെ ഭക്ഷണങ്ങളിലെ നിയന്ത്രണങ്ങൾ വന്നിട്ടുണ്ട്. ഇനിയിപ്പോ എന്താ വെച്ചാൽ ഉണ്ണികളുടെ ഫുഡിന്റെ കാര്യത്തിൽ ഭയങ്കര ഒരു കൺഫ്യൂഷൻ ആവും. ഉണ്ണികളെ ശരിക്കും കുണിക്കിങ്ങനെ തൈര് ഉപ്പേരുണ്ടെങ്കിൽ കുണിക്ക് ചോറിടും. കുണുക്കൻ്റെ ഇതാണ്. കുണുക്കനോട് ഞാൻ പറയും, കുണുക്ക നമ്മളിന്ന് മലയ്ക്ക് പോയി നോമ്പ് തുടങ്ങിയാണ്, ബർഗർ കഴിക്കരുത്, അങ്ങനത്തെ ഒന്നും ചോദിക്കാൻ പാടില്ല. ചോദിക്കണോണ്ട് കുഴപ്പമില്ല, വാങ്ങി കൊടുത്ത് ചോദിക്കാൻ പാടില്ല. അത് പറഞ്ഞു, കുട്ടിയോട് പറഞ്ഞോണ്ട് ചോദിക്കരുത്. കോഴിമുട്ടയില്ല, ഇറച്ചിയില്ല, മീനില്ല, അതൊന്നും കഴിക്കാൻ പറ്റില്ല. കുറേ ദിവസം കഴിക്കാൻ പറ്റില്ല. രാവിലെ കുളിച്ചിട്ടാണ് ഭക്ഷണം കഴിക്കാൻ പറ്റില്ല. സ്കൂൾ വിട്ട് വന്നാലും കുളിച്ചിട്ടാണ് കാര്യങ്ങൾ ചെയ്യാൻ പറ്റുള്ളതാണ്. അപ്പോൾ അവർ ഭയങ്കര ഇഷ്ടത്തിലാണ്. ഇപ്പോൾ ഇത് സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ എന്താവും ഒരവസ്ഥ ഇതാണെന്ന് അറിയുമ്പോൾ ഉണ്ടാകുന്നവർക്ക് വല്ല ബുദ്ധിമുട്ടുകളുണ്ടോ എന്നൊന്നും എനിക്കറിയില്ല. എന്നാലും എല്ലാവരും പ്രാർത്ഥന അനുഗ്രഹം വേണം നല്ല നിലയ്ക്ക്. ഇപ്പോൾ നമ്മൾ ഇതൊരു വഴിപാടാണ്. അപ്പോൾ പൊന്നും അങ്ങനെ നേർന്നുണ്ടായിരുന്നു. കാർത്തൂനെ കെട്ടാറച്ചിട്ട് ശബരിമലയ്ക്ക് കൊണ്ടുപോകാൻ പൊന്നും നേർന്നിട്ടുണ്ട്. അങ്ങനെ ഇപ്പോൾ കാർത്തൂനെയും കൊണ്ടുപോകണ്ട് അല്ലേ? കാർത്തൂനെ കൊണ്ടുപോകണം. അങ്ങനെ നിങ്ങൾ എല്ലാവരും കൂടിയിട്ട് പോകണം. എല്ലാവരും ആരൊക്കെ? ഞാന് കുണുക്കൻ, കുണിക്ക്, ഷെബി, കാർത്തു. എല്ലാവരും കൂടിയിട്ടാണ് കേട്ടോ. മണിക്കൂർ എന്താ വെച്ചാൽ എന്നെ എല്ലാവരും കൂടിയിട്ട് നോക്കാൻ എന്നോട് കൂട്ടിയിട്ടില്ല. ഇപ്പോൾ കുണുക്കെന്നാണ് കുറേ നേരമൊക്കെ കുണുക്ക് ഒറ്റയ്ക്ക് നടക്കും. പിന്നെ കുണിക്കുമ്പോഴേന് പിന്നെ എന്നെ നോക്കണ്ട. അവിടെ നടക്കും, പക്ഷെ നോക്കണമല്ലോ, രണ്ടാരും നോക്കേണ്ട പ്രായമാണ്. ഷെബി കാർത്തൂനെ മാത്രം ഡിപ്പെൻഡ് ചെയ്തിരിക്കണമല്ലോ. അപ്പം അങ്ങനെ അല്ലേ പറ്റൂല രണ്ടാളും ഒക്കെ എന്താ പറ്റാതിരിക്കാൻ. ഞാൻ എന്താ പറയില്ലേ, നാം പാതി ദൈവം പാതി എന്ന് പറയില്ല, അങ്ങനെയല്ലേ. നമുക്ക് പറ്റാത്ത ദൈവം കാത്തോളും, അയ്യപ്പൻ കാത്തോളും. അപ്പൊ അങ്ങനെ ഒരു കാലഘട്ടത്തിൽ കുഞ്ഞിനെയും പൊന്നിനെയും കൊണ്ട് അതിനായിട്ടും പോയിട്ടുണ്ട് അല്ലേ. അന്ന് കുഞ്ഞിനെ എടുക്കേണ്ടി വരുമോ പൊന്നിനെ എടുക്കേണ്ടി വരുമെന്ന് പേടിച്ചിട്ട് അതിനായിട്ട് നമ്മുടെ വീട്ടിലൊരു പണിക്കൊരു തമിഴുണ്ടായിരുന്നു കേട്ടോ. അപ്പം അവനെയും കൊണ്ടാണ് പോയത്. എന്നിട്ടാണ് അവൻ്റെ കാശ് ഫുള്ള് ഞാൻ എടുക്കാം, അവനോട് നോമ്പ് തുടങ്ങാൻ അവനെയും കൊണ്ട് പോവാം. കുട്ടീനെ എടുക്കേണ്ട എന്തെങ്കിലും ആവശ്യം രണ്ടാളും കൂടി എനിക്കൊരു കുഞ്ഞിനൊന്നും വയ്യാത്ത കാലഘട്ടത്തിൽ വയ്യായി മാറി കഴിഞ്ഞ് ശബരിമലയ്ക്ക് കൊണ്ടുവന്ന് നേർന്നാട്ടാ. അപ്പോൾ അങ്ങനെ പക്ഷേ രണ്ടാള് സുഖമായിട്ട് മല കയറി. എത്ര മണിക്കൂർ വരിയിലെന്ന് വെച്ചിട്ടുണ്ടാവും. തിരക്കാകുമ്പോഴേക്കും നമുക്ക് പോയിട്ട് വരണം, അതാണ് മെയിൻ കാര്യം. നല്ല തിരക്കാകുമ്പോഴേക്കും കാർത്തൂണ് പ്രശ്നം വരിക അല്ലേ. എല്ലാരും പ്രശ്നം തന്നെയാണ്. കാർത്തൂന് വിചാരിക്കുമ്പോ ഞാനെന്ത് ചെറിയ പ്രായ അതല്ല, നമ്മളിപ്പോ ഈ പറഞ്ഞമാതിരി ഒരേ അധികം പോയിട്ട് ഒരേ കൈവേദന കാലുവേദന എന്നൊക്കെ പറഞ്ഞ് നടക്കല്ലേ. നമ്മളൊരു പ്രശ്നം, നമ്മള് പ്രശ്നം ഉണ്ടായിട്ടല്ല, നമ്മളതിനെ പ്രശ്നക്കാരനാക്കല്ലേ. രോഗങ്ങള് നമുക്കുള്ള രോഗങ്ങളല്ല, പുറമെന്നുള്ള രോഗങ്ങൾ വരുന്നത്. പേടിയാ എന്തായാലും കൂടെ ഒരു കാര്യം പോക്കൂടെ, പേടി തൂറന അങ്ങനെ ഒരു പേടി തൂറിന്റെ പൊന്നോ.
പേടി തൂറന്ന ഇത്ര പേടി പാടണ്ട മനുഷ്യന്മാരെ. എന്താ ഇപ്പൊ നമുക്ക് ഒരാള് നമുക്ക് ഒരു വഴി തങ്ങൊന്നുമില്ല. ഇവർക്കൊക്കെ ഈ പേരാണ്. ഞാൻ എന്തൊക്കെ ആ കാര്യങ്ങളിലൂടെ കടന്നിട്ട് പേടിക്കാനും വേണം കുറച്ച് തലയിൽ. പേടിച്ചു ചെയ്യേണ്ട കാര്യം വേണ്ടാന്ന് വെക്കാൻ പറ്റുക. പനിയാണ് എല്ലു തേമാനം വന്നു. അതിനാണ് പേടിയാ ഇഞ്ചക്ഷൻ ചെയ്യാൻ പോലെ. അത് മാറിയില്ലെങ്കിൽ ചെയ്യണ്ടേ? അപ്പൊ പേടിച്ചോണ്ട് ചെയ്യാനൊക്കെ പറ്റുക? അതാണ് പേടിച്ചോണ്ട് പ്രത്യേകിച്ച് ഒരു ഗുണങ്ങളൊന്നും ഇല്ല. ഞാൻ കൊറേ എനിക്ക് ടെൻഷൻ. ഞാൻ പറയണ കേക്ക് ഞാൻ പറയണ കേക്കും. എനിക്ക് ടെൻഷൻ. നമുക്കൊരു അസുഖം വന്ന് മരിച്ച നമ്മുടെ കാര്യം കഴിഞ്ഞു. ഇവിടെ അദ്ദേഹം കഴിഞ്ഞു. നമുക്ക് പേടിക്കാനോ പിടിക്കാനോ ഒന്നും ഇല്ല. ചത്തുപോയവർക്ക് പിന്നെ ഞാൻ തൊട്ട കടയില്ല, ബാധ്യത ഇല്ല, ലോൺ അടയ്ക്കണം, ഒന്നും വേണ്ട, സമാധാനം. ജീവിച്ചിരിക്കുമ്പോ മാത്രമേ നമുക്ക് ഈ ലോണും കാര്യങ്ങളും ഒക്കെ വേണ്ട. അല്ലെങ്കിൽ നമുക്ക് ഇതൊന്നും വേണ്ട. പക്ഷെ നമ്മളെ എന്നെ ജീവിപ്പിക്കുന്നത് എൻ്റെ 2 കുഞ്ഞു മക്കളാണ് കേട്ടോ. എനിക്ക് എന്താ അസുഖം വന്നാലും എനിക്ക് ആദ്യം എൻ്റെ മനസ്സിൽ കുണുക്കേൻ്റെയും ഫേസാണ്. വേറെ ഒരാളും എൻ്റെ മനസ്സിലില്ല. ഒരു കാലഘട്ടം വരയ്ക്ക് അനിയേട്ടനെ ഭയങ്കര ടെൻഷൻ ആയിട്ട് അനിയേട്ടൻ അപ്പൊ അനിയേട്ടൻ എന്ത് ചെയ്യും, ഞാനില്ലാത്തൊരു കാലഘട്ടം അനിയേട്ടൻ എന്ത് ചെയ്തുള്ള ടെൻഷൻ ഇപ്പൊക്ക് അതില്ല കേട്ടോ. ഇപ്പൊ എന്ന് പറഞ്ഞാല് എല്ലാവരും ഭാര്യമാര് വരച്ചവരൊക്കെ കുറച്ചമ്മക്ക് ഭാര്യമാരെ ഭർത്താക്കന്മാരെ വേറെ കെട്ടുക. അവര് എത്ര സ്നേഹിച്ചു, ആ ഭർത്താവ് എന്നെ സ്നേഹിച്ചിരുന്നു, അല്ലെങ്കിൽ ആ ഭർത്താവിനേക്ക് 2 മക്കളുണ്ടായിരുന്നു. ഞാൻ കുറച്ചാൾ ആ ഭർത്താവിനോട് സന്തോഷത്തിന് ജീവിച്ചു. അപ്പൊ ആൾക്ക് വേണ്ടി ചെയ്താലും ജീവിക്കാൻ ആരും ചിന്തിക്കുന്നില്ല. അപ്പൊ എനിക്ക് പുതിയ ലൈഫ് വേണം. ആള് മരിച്ചു, എനിക്ക് നല്ലൊരു ലൈഫ് വേണം. എനിക്ക് ഒറ്റയ്ക്ക് ആവാൻ പറ്റില്ല. കെട്ടിയതല്ലാതെ ഇന്ന് നടന്നുകൊണ്ടിരിക്കുന്ന കാലഘട്ടത്തിലെ കാര്യമാണ്. പെണ്ണായാലും ആണായാലും അവർക്ക് ഭർത്താവ് മരിച്ചാലും ഭാര്യ മരിച്ചാലും അതിൽ കുട്ടികളുണ്ടെങ്കിൽ അതൊന്നല്ല. ഞാൻ ഒറ്റപ്പെടാൻ പറ്റില്ല. എൻ്റെ വാർത്തയ്ക്ക് ഒറ്റയ്ക്കിടാൻ പറ്റില്ല. എൻ്റെ ലൈഫ് ഒരാളോട് വേണം. അങ്ങനെ ചിന്തിക്കുന്നവരാ. അപ്പോൾ ചിലപ്പോൾ നാളെയും അനിയേട്ടനും ആ ഒരു ഇതിൽ തന്നെ ആവും. എനിക്കിപ്പോൾ ആ ഒരു കാര്യത്തിൽ യാതൊരു വിശ്വാസമില്ല. അങ്ങനെയല്ല പറയണത്. അപ്പൊ എനിക്ക് അനിയേട്ടനെ പറ്റി എനിക്ക് ടെൻഷനോ കാര്യങ്ങളോ ഒന്നും ഉണ്ടായിരുന്നില്ല. അത് അല്ല, എനിക്ക് ഭയങ്കര ടെൻഷനോ അനിയേട്ടൻ്റെ കാര്യത്തിൽ എനിക്ക് ഭയങ്കര ഇപ്പം ഇല്ല. ഇപ്പൊ എനിക്ക് അനിയേണ്ടായി. ഇപ്പൊ എനിക്ക് എൻ്റെ കുണിക്ക് ഈ പൊന്നുമില്ല കുഞ്ഞില്ല. ഈ അവരാരും എനിക്കൊരു അസുഖം വന്നു എനിക്ക് എന്തെങ്കിലും പേടിയെന്ന് ഞാൻ മരണത്തിൻ്റെ ഭയക്കണത് എന്നെ കുണിക്കിന് ഫേസുള്ളതുകൊണ്ട്. അല്ലെങ്കിൽ അങ്ങനൊരു എനിക്ക് അതിനോടൊരു പേടി തോന്നില്ല. ജനിച്ച ഒരിക്കലും നമ്മൾ എന്തായാലും എല്ലാവരും മരിക്കണം. അപ്പം അത്രയുള്ള ഓരോ യോഗം അങ്ങനെ ചിന്തിക്കും. പക്ഷേ നമ്മളെ എന്നെ പേടിപ്പിക്കണത് എനിക്ക് എൻ്റെ കുഞ്ഞു മക്കളുള്ളതുകൊണ്ടാണ്. എനിക്ക് അവരുടെ കാര്യത്തിൽ ഭയങ്കര ടെൻഷനായിരിക്കും. അല്ലാണ്ട് എനിക്ക് ഒരു അസുഖം വരുമ്പോഴേക്കും ഞാൻ പേടിച്ചോ ടെൻഷനോ അടിച്ചിരിക്കില്ല. എന്താ വെച്ചാൽ ആ ടെൻഷൻ അടിച്ചോണ്ടോ അടിക്കാണ്ടിരുന്നോണ്ടോ വരാണ്ടിരിക്കില്ല. പിന്നെ ഭയം എൻ്റെ മനസ്സിലുള്ളത് കുണുക്കി. ഞാൻ എന്നൊരു വ്യക്തിയെ പോലെ അവർക്ക് ലോകത്ത് വേറെ ആരുണ്ടായിട്ടും കാര്യമില്ല. ഇനി ലോകത്ത് പൊന്നായാലും കുഞ്ഞനായാലും ഇനിയിപ്പോൾ അന്വേട്ടം പോലും എൻ്റെ പകരത്തിന് അയക്കാൻ പറ്റും. എങ്ങനെയായിരുന്നു നല്ല ഡോക്ടർ, ഭംഗിയുള്ള ഡോക്ടർ ഇപ്പൊ തല തിരിഞ്ഞപ്പോ ഒരു വർത്താനം. എന്താ ചെയ്യാ, നമ്മളാ പ്രവാസം അവസാനിപ്പിച്ച് വന്ന് വല്ലാത്ത പ്രവാസത്തിലേക്ക് പറഞ്ഞേക്കാണ്. അനിയൻ വന്നിട്ടാ അനിയനോട് ഒന്നും ഞാൻ ആവശ്യപ്പെട്ടുള്ളൂ. ഓണബമ്പർ അടിക്കുന്ന വെച്ചാൽ അടിച്ചില്ല. ഇനിയിപ്പോൾ അടുത്തത് അനിയൻ്റെ ഗൾഫിൽ കയറ്റി വയ്ക്കുക. ഞാൻ അനിയൻ്റെ പറഞ്ഞു ഒരു വിസ, അത് മാത്രം. ഒരു ഡ്രൈവർ വിസ എന്തെങ്കിലും അവനറിയാം അവൻ്റെ ഏട്ടന് എന്താ പണി ചെയ്യാൻ പറ്റുക എങ്ങനെയാണ്. അപ്പം നമുക്ക് വേറൊരാളോട് വിസ ചോദിക്കണേക്കാളും എളുപ്പം. അപ്പം അനിയനോട് ചോദിക്കണേ എന്താ വെച്ചാൽ ഏട്ടൻ എങ്ങനെയാണ്. അവർ ഓൾറെഡി ഇവരൊക്കെ ഓരോ ഇതിലാണ്. അപ്പം അനിയനായാലും പ്രാസ കഴിയുമ്പോൾ വിട്ടിട്ട് വേറൊരു ജീവിതമില്ല. വെള്ളം വണ്ടി വിട്ടിട്ടുള്ള ജീവിതം അത് തന്നെയാണ് ഏട്ടൻ്റെയും. അപ്പം അവർക്ക് അറിയാം ഏട്ടൻ. അപ്പം അങ്ങനത്തെ അവരോടാണ് ഞാൻ വിസ ചോദിക്കുന്നത്. ഒരു വിസ പോയിട്ട് ഇപ്പം നാട്ടിൽ വന്നിട്ട് പോയി ഒരു വിസയും കാരണം ഞാൻ ചോദിച്ചിട്ടുണ്ട്. എന്താ വെച്ചാൽ നമ്മൾ ഇനി നാട്ടിൽ നിൽക്കണതിൽ നമ്മൾ ഒരു അർത്ഥമില്ല. അപ്പൊ ഞാനിപ്പോ ചിന്തിക്ക എത്ര നേരം കുണിക്കും ബാക്കി ആരെയൊന്നുമല്ല, എന്നാലും നല്ല ഡോക്ടർ. അതിപ്പോ അതാണ് ഇപ്പൊ ഞാനിപ്പോ ആദ്യം മരിക്കുക ഞാൻ മരിച്ചാലും എന്നിട്ട് അവസാനം നിന്റെ തലയ്ക്കോ മണ്ണില്ല. നിങ്ങൾ രാവില്ല നിങ്ങൾ അച്ഛൻ്റെ എന്തെങ്കിലും അമ്മയുടെ എന്തെങ്കിലും 98-99 വയസ്സ് വരെ ഉണ്ടാവും. പോരാ ഡോക്ടറെ കണ്ടുപിടിക്കേണ്ടി വരെ അത് മതിയില്ലേ? 99 വയസ്സ് വരെ പോരാ.
എന്തിനത് വേണ്ട. എത്ര വയസ്സ് വരെ ഉണ്ട്? 102 വയസ്സ്. 99 കുറയും. അതിമോഹമാണ് മകന്, അതിമോഹം. അപ്പൊ ഞാൻ വേഗം മരിക്കണ്ടെന്ന. ഒരു 98, 99 ഒക്കെ അത്യാവശ്യം. അതെന്താ അത്ര മതി. എന്തിനപ്പത് അയ്യോ മക്കൾക്ക് ഭാരമായിട്ട് കിടന്നതായിരുന്നു. അപ്പൊ നമ്മള് പിന്നെ ഡോക്ടറെ കല്യാണം അയച്ചു നടക്കാം, മക്കൾക്ക് ഭാരല്ലേ? മനസ്സിലായി ഡോക്ടറെ കഴിക്കാന് ഇവിടെ അമേരിക്കയിലെ ഡോക്ടർ തന്നെ നല്ല ഡോക്ടറെ, മരം കഴുത്ത ഡോക്ടർ. കല്യാണം കഴിക്കാൻ മക്കൾക്ക് ഭാരാവുന്ന ഭാര്യക്ക് ഭാരാവില്ല. ഈ ഒരു ജനറേഷൻ ഞാൻ അത്ര വയസ്സ് വരെ ഉണ്ടാവില്ല. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്. വിദ്യ എന്റെ അച്ഛനമ്മ 52, 55 വയസ്സിന് മരിച്ചവരാ. നിങ്ങളെ അച്ഛനമ്മ ഇപ്പോഴും 98, 98 ഇരിക്കണം. അപ്പൊ കണ്ടിട്ട് ആശുപത്രി 98 വയസ്സായിരിക്കും സോഡി കുറഞ്ഞ ആശുപത്രി കയറിയാണ് ഇത്ര വലിയ കുറ്റം. ആ മനുഷ്യ ഇനി എന്റെ ഒരു ക്യാരക്ടർ പറഞ്ഞു എന്തൊക്കെ കാലം മറിഞ്ഞാലും തിരിച്ചാണ് ഞാൻ എന്റെ ലൈഫ് എങ്ങനെയായിരുന്നു ഇത്ര വർഷം അതേപോലെ ഞാൻ മുന്നോട്ട് പോകും. അതിന്റെ ഒരു മാറ്റത്തിലേക്ക് ഞാൻ പയറുമണി പോലെ നടന്നായിരുന്നു എന്റെ അച്ഛനത് പറഞ്ഞു പറഞ്ഞിട്ട്. കടലമണി പോലെ പയറുമണി പോലെ അച്ഛപ്പോ കടലമണി പോലെ വെള്ളക്കടലയാണ്. കുഴപ്പമില്ല. അച്ഛൻ സൂപ്പറായിട്ട് സുഖമായിട്ട് ഇരിക്കുന്നുണ്ട് കേട്ടാ. പിന്നെ ഭക്ഷണം വേണ്ടെന്നുള്ള വാശിയാണ്, അത് കുഴപ്പമില്ല, അത് മാത്രമേ ഉള്ളൂ. അതും ഇവർക്ക് ഭക്ഷണം കഴിക്കുന്ന അച്ഛൻ ഓൾറെഡി നല്ലോണം ഭക്ഷണം കഴിക്കുന്ന ഒരു വ്യക്തി ആയതുകൊണ്ടാണ് ഇവർക്ക് ഇതുണ്ട്. നമ്മളെ പോലെ കഴിക്കണ പോലെയൊക്കെ കുറേശ്ശെ കഴിക്കണമൊക്കെ ഉണ്ട്. അത്ര തന്നെയല്ലേ ഉള്ളൂ. എന്നിട്ട് അപ്പൊ ഇവര് ഒരു 98 വയസ്സ് ഒരാണെന്നൊക്കെ ഭക്ഷണം നമ്മൾ ഓൾറെഡി നമ്മൾ കുറച്ച് കുറയും. അത് ഇവർ ഉൾക്കൊള്ളില്ല. ഇവര് ഈ ചെറുപ്പത്തിലേക്ക് കഴിച്ചത് അതുപോലെ വാർത്തയില്ലേ 2-3 ദിവസം പോയപ്പോ ചോറുണ്ട മോനെ ഇല്ല മോളെ ചായയും 10 രൂപ രാവിലെ. അയ്യോ 5-6 നേരം ചോറുണ്ടായിരുന്നു എന്റെ മോന്. ഇവള് ചോറ് കൊടുക്കണില്ല അത്ര. അപ്പൊ ഞാൻ അമ്മ ചോറ് കൊടുക്കാതിന് അമ്മ വളർത്തുന്ന കാലഘട്ടത്തിലുള്ള മോനല്ല. മോന് പ്രായം കൂടി വരിക, അല്ലാണ്ട് കുറഞ്ഞു വരികയല്ല. മോന് ഷുഗറും പ്രഷറും കാര്യങ്ങളൊക്കെ വരികയാണ്. അപ്പൊ നമ്മളിതൊക്കെ ഡയറ്റ് ചെയ്ത് പോവാണ്. അല്ലാണ്ട് മോൻ ചെറിയ കുട്ടിയായിട്ട് വരികയല്ല. എന്നാലും അമ്മയുടെ വിചാരം മരുന്ന് ഫുഡ് കൊടുക്കണില്ലെന്നാ. വീട്ടിലെന്തൊക്കെ ഞാൻ നമ്മുടെ അന്നാണില്ല പറയണന്ന്. ചോറുണ്ട്, ഉപ്പേരിണ്ട്, മീൻ വറുത്തുണ്ട്, മീൻ കറിയുണ്ട്, മോര് കറിയുണ്ട്, എല്ലാം നല്ല ഡോക്ടർ. എന്നാലും കായക്കൊലൊക്കെ ഞാനൊന്നും അറിഞ്ഞൊന്നുമില്ല. ഒരു കായക്കൊല പഴം പോയത് എവിടേക്കാന്ന് ഞാൻ അറിഞ്ഞില്ല. എന്തൊക്കെയാണ് രാവിലെ കുട്ടികള് പോണ തിക്ക് ധൃതിയിലടക്കും ഒരു കൊല പഴം കാറിന് കയറ്റിയിട്ട് ബാക്കി പറയണം. പറയണോണ്ടല്ല അവർക്ക് തോന്നില്ല ഇത് തിന്നാ അവർക്ക് ദഹിക്കാണ്ടേ. എനിക്ക് ഡോക്ടറെ അയച്ച് പറഞ്ഞു പറയല. അല്ല അത് കടയിൽ എടുക്കാൻ കൊടുക്കാൻ പറ്റില്ല. ഓരോ വഴിയൊക്കെ ആവുമ്പോ ഇടയ്ക്ക് ലെഫ്റ്റിലേക്ക് റൈറ്റിലേക്ക് അങ്ങനെ തിരിഞ്ഞു നോക്കണ്ടേ ഓരോ സ്ഥലത്തുമ്പോ. ഇതൊക്കെ നമ്മള് ശ്രദ്ധിക്കണ്ട്. അതൊക്കെ നമ്മള് ശ്രദ്ധിക്കണം. ഓട്ടോമാറ്റിക്കലി ഞാൻ അതൊക്കെ ശ്രദ്ധിക്കണം. ഇങ്ങോട്ട് ഏതെങ്കിലും പറഞ്ഞ അങ്ങോട്ട് എടുക്കാലോ വെച്ചിട്ട് അപ്പോഴെടുക്കുള്ളൂ. എവിടെയും ലെഫ്റ്റ് റൈറ്റ് എവിടെയെങ്കിലും ആവട്ടെ. ഓക്കെ കണ്ടില്ലേ ഇപ്പൊ കണ്ണില് പൊടി ഇനി വിടാണ്ടിരുന്നോളൂ. ഇനി വിട്ടില്ല. ഡോക്ടറാണാ എന്തെങ്കിലും ചെയ്യാ ചൂടെടുത്തടങ്ങി വേണ്ട. ഗൾഫിൽ പോണം അതെന്തായാലും പോവല്ലേ. ഉറപ്പായ ഗൾഫിൽ പോവാന്ന്. ആ കൈവേദന മാറിക്കോട്ടെ. അപ്പൊ പോലീശ്വര എന്തപ്പ എന്റെ വേദന മാറാനുള്ള ഉദ്ദേശിച്ചല്ലേ പോലെ. അപ്പൊ അങ്ങനെയൊക്കെയാണല്ലോ. അതിനെ ഗൾഫിലേക്ക് പോകാനുള്ള കാര്യം നോക്കണ്ട്. അത് പാസ്പോർട്ട് പുതുക്കിക്കൂടെ? ഞാൻ നിക്കിയത് പുതുക്കാൻ കൊടുത്തൂടെ പാസ്പോർട്ട്? എല്ലാം ചെയ്യണം. ഇനി പാസ്പോർട്ട് പുതുക്കലും കാര്യങ്ങളൊക്കെ ചെയ്യണം. നമ്മളിനി നോക്കിയിട്ടല്ല. അതിനെ പോയി കുറച്ചാകുമ്പോഴേക്കും വിസ കിട്ടുകയാണെങ്കിൽ ഒന്ന് പോയി നോക്കട്ടെ. പെറ്റില്ലെങ്കിൽ വേണ്ട. എന്നെ പെറ്റിയില്ല. എന്നെ അവിടെ പോയിട്ട് ബുദ്ധിമുട്ടാണെങ്കിൽ എന്നിട്ട് വന്നോട്ടേക്ക് ഒരു വിഷമമില്ല. പക്ഷെ പെറ്റുന്നുണ്ടെങ്കിൽ ഒരു 10-12 വർഷം കൂടി എന്നിട്ട് അവിടെ നിൽക്കണം. നമ്മുടെ കുണുക്കിന് പഠിപ്പിച്ചെടുക്കണമായിരിക്കും. വേറൊന്നും വേണ്ട. അവരൊന്ന് പഠിപ്പിച്ച് അവരൊരു ഭാവിയിലേക്ക് എത്തിച്ചു കൊടുക്കേണ്ട ഒരു ചുമതല. 12 വർഷം ആകുമ്പോഴേക്കും ഇവിടെ കുണുക്കം മോനെ 17-18 വയസ്സായില്ലേ പഠിക്കേണ്ട. വലിയ നിലയ്ക്ക് എന്നാലും കുഴപ്പമില്ല. ഒരു 20 വർഷം വരെ നിന്നാ മതി. അപ്പൊ എനിക്ക് എത്ര ആയുസ്? 95. ഇപ്പൊ എത്രയായി? ഇപ്പൊ 56.
76 വയസ്സില് ഗൾഫിൽ എന്താ എന്റെ ജോലി? വെള്ളം വണ്ടി പിടിക്കുക. അതല്ലേ 76 വയസ്സിൽ. അത് കഴിഞ്ഞ് നമ്മൾ അതിനനുസരിച്ച് പ്രായത്തിനനുസരിച്ച് ജോലി അവിടെ നീട്ട് നമ്മൾ അതിലേക്ക് കയറണം. അവര് കണ്ണൊക്കെ ടെസ്റ്റ് ചെയ്യട്ടോ. കണ്ണിന്റെ അല്ല കണ്ണിന് 76 വയസ്സിലൊക്കെ അവിടെ വണ്ടി. അവിടെ എത്രയോ ആൾക്കാരുണ്ട് വയസ്സായ ഓരോ ഫീൽഡിൽ ജോലി. എല്ലാവരുടെയും ഇതല്ലല്ലോ ഉണ്ണി, ഓരോരുത്തർക്കും ഓരോ തരല്ലേ. നിങ്ങൾ പറഞ്ഞ അസുഖം കൊണ്ടിരണ്ട. എനിക്ക് അസുഖമൊന്നും ഇല്ല. ഒന്നുമില്ലേ. അപ്പൊ നമ്മളെ പറഞ്ഞേക്ക അങ്ങനെ പല നാട്ടിലുള്ളത് വീട്ടിലേക്കിട്ട് വെച്ചിട്ട് എന്തേ ഡ്രൈവിംഗ് പഠിക്കണം, അല്ലെങ്കിൽ പിന്നെ വണ്ടി പഠിക്കാൻ ആരും ഉണ്ടാവില്ല. നമുക്ക് കൊടുക്കണമെങ്കിൽ കൊണ്ടാക്കിയെല്ലാം കൊണ്ടല്ലൊക്കെ ഞാൻ ചെയ്യേണ്ടി വരും. പോകുമ്പോഴേക്ക് വണ്ടി പഠിപ്പിക്കാൻ പഠിപ്പിച്ചോ കാര്യട്ടാ. സ്കൂളിൽ പഠിച്ചോട്ടാ പഠിപ്പിച്ചാലും നേരില്ല. നമുക്ക് തരില്ല. എന്താ ഭയങ്കര പണിയാ. എന്താ പഠിപ്പിച്ചാൽ അതിനകത്ത് മാറാത്തോണി ഇപ്പഴല്ലേ പറഞ്ഞ 5 ഗുളി കഴിക്കുന്ന വേനില്ല. അത് ഇപ്പഴല്ലേ നിങ്ങൾ പറഞ്ഞു. ഇങ്ങനെ പിടിച്ചിരിക്കണ അത് എന്തായാലും ഡോക്ടർ പറഞ്ഞിട്ട് ഫോൺ യൂസ് ചെയ്യരുത്. കൊറേ ഇന്ന് ഫോൺ എടുത്തിരുന്നില്ല. പൊന്നു ഫോൺ വിളിച്ച പരിസരത്ത് ഫോൺ കളിക്കാണോ ചോദിച്ചിരുന്നല്ലോ. അങ്ങനെ എന്തായാലും കുറേ നാൾക്ക് ശേഷം ഒരു വീഡിയോയും കാര്യം ഇടാണ്. അപ്പോൾ ഇപ്പോൾ കുഴപ്പങ്ങളൊന്നും ഇല്ലാണ്ട് പോകണുണ്ട്. എന്താവും ഒന്നും അറിയില്ല. എല്ലാം അപ്ഡേഷൻ പിന്നേക്ക് വെക്കാം അല്ലേ. എന്തായാലും ഇങ്ങനെ കളിച്ച് എത്ര നാളിങ്ങനെ പോവും എന്നൊന്നും നമുക്കല്ല. പോകണോടത്തോളം പോട്ടെ. ഇപ്പം എന്തായാലും നാളെ തൊട്ട് നമ്മുടെ ഡെയിലിയുള്ള വീഡിയോകളും കാര്യങ്ങളൊക്കെ ആയിട്ട് നാളെ തൊട്ട് വരുന്നതാണ്. ഇന്നും ജസ്റ്റ് സംസാരിച്ച വീഡിയോ ഉണ്ടെന്നുള്ളൂ. നാളെ തൊട്ട് നമ്മുടെ ഡെയിലി ആയിട്ടുള്ള വ്ളോഗായിട്ട് വരുന്നതാണ്. എല്ലാവരും സപ്പോർട്ട്. അപ്പം നമ്മൾ ശബരിമലയ്ക്ക് വളരെ നോൻപ് കാര്യങ്ങളൊക്കെ തുടങ്ങുകയാണ്. അപ്പം അതിൽ എന്തെങ്കിലും എനിക്കറിയാത്ത എന്തെങ്കിലും ഉണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യുക. ചെയ്യേണ്ട രീതികളൊക്കെ ഫുള്ള് അറിയില്ല. പറ്റുന്നിടത്തോളമൊക്കെ നമുക്ക് നല്ല നിലയ്ക്ക് ചെയ്ത് കൊണ്ടുപോകാന്നാണ് വിചാരിക്കുന്നത് അല്ലേ. അപ്പോ ഏത് ഷോൾഡർ ഏതെടുത്തത്? കായക്കൊല പൊക്കുമ്പോ കേട്ടൊന്നും തോന്നിയില്ല. പോട്ടെ ബൈ. കായക്കൊല പൊക്കുമ്പോ ഒരു കുഴപ്പമുണ്ടായിരുന്നില്ലല്ലോ. ബാഹുബലി പോലെ കട്ടപ്പ. പോട്ടെ ബൈ പറഞ്ഞേ. ബൈ.